ഹായ്. അപ്പോൾ ഈ ആഴ്ചയിലെ തിയേറ്റർ റിലീസുകളാണ് ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളാണ് നോക്കാം. സിനിമകൾ എന്ന് പറഞ്ഞാൽ 14ഓളം സിനിമകളാണ് ഈ ആഴ്ച തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ 8ഓളം മലയാള സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ സിനിമകളാണ് നോക്കാം. ഒന്നാമത്തെ സിനിമ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ സിനിമയാണ്. ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു. നസ്രിയ, ബേസിൽ ജോസഫ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമ ഇപ്പോൾ തിയേറ്ററിൽ നല്ല പ്രേക്ഷക പ്രതികരണം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിനിമ ഞാൻ കണ്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഹലോ മമ്മി എന്ന് പറഞ്ഞ സിനിമയാണ്. കോമഡി ഹൊറർ ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഷറഫുദ്ദീനും ഐശ്വര്യ ലക്ഷ്മിയും പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ഈ ഒരു സിനിമയെ നല്ല അഭിപ്രായങ്ങളൊക്കെ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയുണ്ട്. ഞാനും ഈ സിനിമ തിയേറ്ററിൽ കണ്ടു റിവ്യൂ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു കോമഡി ത്രില്ലർ മൂവിയാണ്. ഞാൻ കണ്ടതാ സാറേ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇന്ദ്രജിത്ത്, അനു മേനോൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. വരുൺ ജി പണിക്കറാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. സിനിമ കണ്ടിട്ടില്ല. അടുത്തത് ടർക്കിഷ് തർക്കം എന്ന് പറഞ്ഞ മലയാള സിനിമയാണ്. ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സണ്ണി വെയിൻ, ലുക്മാൻ അവറാൻ, അനഘ നാരായണൻ, ആമിന നിജാം എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. നവാസ് സുലൈമാനാണ് ഈ സിനിമ എഴുതിയതും ഡയറക്റ്റ് ചെയ്തിട്ടുള്ളതും. ഈ ഒരു സിനിമയും ഇപ്പോൾ മുതൽ തിയേറ്ററിൽ അവൈലബിൾ ആണ്. അടുത്തത് പരാക്രം എന്ന് പറഞ്ഞ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന മലയാള സിനിമയാണ്. ദേവ് മോഹൻ, സിജു സണ്ണി, ജോമോൻ ജ്യോതിർ, സോന ഒലിക്കൽ എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. അർജുൻ രമേശ് ആറാണ് ഈ സിനിമ എഴുതിയതും ഡയറക്റ്റ് ചെയ്തിട്ടുള്ളതും. അടുത്തത് കനി കുസൃതി, ദിവ്യപ്രഭ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത പ്രഭയായി നനച്ചതെല്ലാം എന്ന് പറഞ്ഞ സിനിമയാണ്. ഓൾ വി ഇമേജിൻ എസ് ലൈറ്റ്. പിന്നെ പായൽ കപാഡിയ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. കാൻ ചലച്ചിത്രോത്സവത്തിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ചിത്രമാണ്. ഫ്രാൻസിലെയും ഇറ്റലിയിലെയൊക്കെ ചലച്ചിത്രോത്സവങ്ങളിൽ പങ്കെടുക്കുകയും നല്ല അഭിപ്രായങ്ങൾ നേടുകയും ചെയ്തിരുന്നു ഈ ഒരു സിനിമ. ഈ സിനിമ ഇപ്പം കേരളത്തിൽ തിയേറ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു തമിഴ് സിനിമയാണ്. നിറങ്ങൾ മൂன்று എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. കാർത്തിക് നരേൻ ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. അഥർവ, ശരത് കുമാർ, അമ്മു അഭിരാമി എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ്. രാമുവിന്റെ മനേവികൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബാലു ശ്രീധർ, ആതിര കെ ജയൻ, സുധി പൊന്നു, ബീന ഗണേശ് എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. സുധീഷ് സുബ്രഹ്മണ്യാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് ഈ ഒരു സിനിമ. ഈ സിനിമയും തിയേറ്ററിൽ അവൈലബിൾ ആണ്. കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത തെലുങ്ക് മൂവിയായിരുന്നു ക എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമയുടെ മലയാള ഡബ്ഡ് വേർഷൻ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഒരു സസ്പെൻസ് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. കിരൺ അഞ്ചാവരം, തൻവീർ റാം, നയൻ സരിക എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. സുജിത് മന്ദേല, സന്ദീപ് മന്ദേല എന്നിവരൊക്കെയാണ് ചേർന്നാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. തിയേറ്ററിൽ നല്ല അഭിപ്രായം കിട്ടുന്നുണ്ട് ഈ ഒരു സിനിമയ്ക്ക്. എന്തായാലും കണ്ടിട്ട് റിവ്യൂ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കാം. അടുത്തൊരു തെലുങ്ക് മൂവിയാണ്. ഒരു ആക്ഷൻ കോമഡി ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. സീബ്ര എന്ന് പറഞ്ഞ സിനിമ. തെലുങ്ക്, തമിഴ്, ഹിന്ദി, കന്നഡ ഭാഷകളിലായിട്ടാണ് ഈ ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ളത്. ഡാലി സഞ്ജയ്, സത്യദേവ്, പ്രിയ ഭവാനി ശങ്കർ, അമൃത അയ്യങ്കാർ, ജെന്നിഫർ, സുനിൽ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അടുത്തൊരു മലയാളം മൂവിയാണ്. രാമനും ഖദീജയും എന്ന് പറഞ്ഞ സിനിമ. റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഹരിശങ്കർ, അപർണ ഹരി, ഊർമിള വൈശാഖ് എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ദിനേശ് പൂച്ചക്കാടാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയും തിയേറ്ററിൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. സൈക്കോളജിക്കൽ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. നാം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അജയ് ദേവ്ഗൻ, ഭൂമിക ചൗള, സമീറ റെഡ്ഡി എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ഈ സിനിമ എനിക്ക് തോന്നുന്നു കുറേ മുമ്പ് റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു. ലേറ്റ് ആയതാണ് സിനിമ. ഒരു പഴയ സിനിമയാണ്. ഇപ്പോഴാണ് തിയേറ്റർ റിലീസ് ചെയ്യുന്നതാണ്. ഹിന്ദി മൂവിയാണ്. അടുത്തത് ഒരു ഡ്രാമ ഫാമിലി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ഐ വാണ്ട് ടു ടോക്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അഭിഷേക് ബച്ചൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ഇംഗ്ലീഷ് ഫാന്റസി മൂവിയാണ്. വിക്കഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയും തിയേറ്ററിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും സിനിമകൾ, ഈ 14ഓളം സിനിമകളാണ് ഈ ഒരാഴ്ച തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിലുള്ള ഈ റിലീസ് ചെയ്ത സിനിമകളിൽ ഏതൊക്കെയാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. സൂക്ഷ്മദർശിനി, ഹലോ മമ്മി, പിന്നെ ഈ 2 സിനിമകളെ ഞാൻ കണ്ടിട്ടുള്ളൂ. മറ്റു സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നിൽ ഈ റിവ്യൂ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ അടുത്തുള്ള തിയേറ്ററിലൊന്നും ഈ മറ്റു സിനിമകളൊന്നും അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് എന്തായാലും അവൈലബിൾ ആകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ടൗണിലേക്ക് പോകേണ്ട അവസരങ്ങളൊക്കെ വരികയാണെങ്കിൽ എന്തായാലും കണ്ടിട്ട് നിങ്ങൾക്ക് വലിയ റിവ്യൂ എത്തിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ആ ബെൽ ബട്ടൺ കൂടി ഇനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള പിന്നെ വീഡിയോകൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.